നമസ്കാരം. പുതിയൊരു അപ്ഡേറ്റിലേക്ക് പോവാം. ഉറുദു ഭാഷയ്ക്കെതിരായ നീക്കം തടഞ്ഞ് സുപ്രീം കോടതി. മഹാരാഷ്ട്രയിലെ അകോല ജില്ലയിലെ പാത്തൂർ മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടത്തിൽ മറാഠി ഭാഷയോടൊപ്പം ഉറുദുവിലും പേര് എഴുതി വച്ചിരിക്കുന്നു. ഉറുദുവിലുള്ള ഈ സൈൻ ബോർഡ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വർഷ ബാഗ്ദെ എന്നയാളാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. എന്നാൽ അത് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ബോംബെ ഹൈക്കോടതി വിധിച്ച വിധിയെ ശരിവെക്കുന്നതായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. മഹാരാഷ്ട്രയിലെ ഔദ്യോഗിക ഭാഷയായ മറാത്തിയുടെ കൂടെ മറ്റേതൊരു ഭാഷയും ഉപയോഗിക്കുന്നതിന് ഒരു വിലക്കുമില്ല എന്നായിരുന്നു ബോംബെ ഹൈക്കോടതി അന്ന് വിധിച്ചിരുന്നത്. ഭാഷ സമൂഹത്തെ വിഭജിക്കുവാനുള്ള ഒന്നാവരുത്. ഗംഗ യമുന സംസ്കാരത്തിൻ്റെ അഥവാ ഹിന്ദുസ്ഥാനി സംസ്കാരത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉറുദു ഭാഷ എന്നായിരുന്നു സുപ്രീം കോടതിയുടെ പ്രസ്താവന. നമ്മുടെ തെറ്റിദ്ധാരണകൾ, ഒരുപക്ഷെ ഒരു ഭാഷയോടുള്ള നമ്മുടെ മുൻവിധികൾ പോലും യാഥാർത്ഥ്യവുമായി നമ്മൾ ഒത്തുനോക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ വൈവിധ്യം. നമ്മുടെ ശക്തി ഒരിക്കലും നമ്മുടെ ബലഹീനത ആവുകയില്ല. ഉറുദു അടക്കം എല്ലാ ഭാഷകളുമായും നമുക്ക് സൗഹാർദ്ദം സ്ഥാപിക്കണം. ഇതായിരുന്നു സുപ്രീം കോടതി പറഞ്ഞു വച്ചതിൻ്റെ ചുരുക്കം. ഉറുദു ഒരു വിദേശ ഭാഷയാണെന്ന ആശങ്കയെയും സുപ്രീം കോടതി നിരാകരിച്ചു. ഉറുദു ഇന്ത്യയിൽ തന്നെ ജന്മം കൊള്ളുകയും ഇന്ത്യയിൽ തന്നെ വ്യാപിക്കുകയും ചെയ്ത ഒരു ഭാഷയാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചു. ഇന്നും ഇന്ത്യൻ കോടതികളിൽ ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകൾ ഉറുദുവിൻ്റെ സംഭാവനയാണെന്നും സുപ്രീം കോടതി കൂട്ടിച്ചേർക്കുകയും ചെയ്തു.